അയ്യോ 50 പൈസ ബാക്കി തരാനുണ്ട്. പൈസ ചില്ലറ 50 പൈസ. ഓ ഇങ്ങോട്ട് തരാനുള്ളതാവുമ്പോ ചെവി കേൾക്കത്തില്ലായിരിക്കും. ചെവി കേൾക്കാഞ്ഞിട്ടല്ല സാറേ, ചില്ലറ ഇല്ലാഞ്ഞിട്ടാണ്. എന്ന് വെച്ചാൽ പൈസ ഞാൻ നഷ്ടപ്പെടണോ? ഓ എന്റെ കയ്യിൽ ചില്ലറ ഇല്ലെങ്കിലും സാറിന് സാറിന്റെ കാശ് നഷ്ടമാവില്ല. സാർ ആ കൈ ഇങ്ങോട്ട് നീട്ടിയേ. പിടി. ഇതെന്താ ഇത്? ഇത് മനസ്സിലായില്ല, ഇതാണ് മിഠായി. സാറിന്റെ കാശ് നഷ്ടമായില്ല, മധുരം നുണയുകയും ചെയ്യും. അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. കുട്ടി മറ്റിയൊന്നുമില്ലടോ. അതെന്റെ കുറ്റം. താൻ തന്നെ നുണഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞ ഇത് മൊത്തത്തിൽ നഷ്ടക്കച്ചവടാവുമെന്ന്. പൈസ കൊണ്ടുപോയത്. ഇതൊന്നും ഇളെ കൊടുക്കണ്ട. 2 രൂപയും കൂടി കളയുന്ന ഏർപ്പാടാ. 2 രൂപ കൊടുക്കണം അറിഞ്ഞിരുന്നേ ചെരുപ്പിടാൻ സമ്മതിക്കല്ലായിരുന്നു. ഞാൻ കൈ പിടിച്ചോളാം. 2 രൂപ ലാഭം. അതെ, 2 തയ്യല്. അല്ല വേണ്ട, അല്പ പശ അകത്തും പുറത്തും വെച്ച് ഒന്ന് പ്രസ് ചെയ്താൽ മതി. 1.5 രൂപയുടെ പണി പറ്റുമോ? ഒരു ചായയുടെ കാശെങ്കിലും. അയ്യോ, അതൊക്കെ 3 രൂപയാവും. പറ്റുമോ? കാശൊന്നും തരണ്ട. ഓ നല്ല മനുഷ്യൻ, നന്നായി വരും. ആ പശ 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 എടുക്കെടുക്ക്. തൊട്ടിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങനെ തേക്ക്. അല്ല അത് അവിടെ അകത്ത് തേക്ക്. അകത്ത് തേച്ച് പിന്നെ പുറത്ത് തേച്ച് പ്രസ്